ഹേ ഗായ്സ്, വെൽക്കം ടു ഹോം വിത്ത് സെയിം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പരിപ്പോടെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, കമോൺ. ഞാൻ 150 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇതിപ്പോൾ. ഇതിലോട്ട് ഇനി വേണ്ടത് സവാള, 2 സവാള കട്ട് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ പരിപ്പൊന്ന് ക്രഷ് ചെയ്യണം. ചെയ്തിട്ട് വരാം. പരിപ്പ് ക്രഷ് ചെയ്ത് കുറച്ച് പരിപ്പ് അവിടെ ഇടയ്ക്കായിട്ട് ഫുള്ളായിട്ട് തന്നെ വെച്ചേക്ക്. ഇതിലോട്ട് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ഐറ്റംസ് അതെല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ, കൊച്ചൊക്കെ കഴിക്കുന്ന കാരണം. പിന്നെ ഇതാ വേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും എരിവനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചിലർ കായം ചേർക്കും, ഞാനത് ചേർത്തിട്ടില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക. നെക്സ്റ്റ് പ്രോസസ്സ് നമുക്കിതെല്ലാം റൗണ്ട് ചെയ്തെടുക്കണം. പരിപ്പോടെ ഷേപ്പാണ് എല്ലാവരും വട്ടത്തിൽ തന്നെ എടുക്കുന്നത്. ഞാനും അതേപോലെ എടുത്തു. എല്ലാം അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ചിലതൊക്കെ പൊടിഞ്ഞു പോയായിരുന്നു. കാരണം സമയം ഉണ്ടായിരുന്നില്ല, ബാങ്ക് വിളിക്കാൻ, നോമ്പ് തുറക്ക് വേണ്ടിയിട്ടായിരുന്നു. ബാങ്ക് വിളിക്കാൻ നേരമായ കാരണം സ്പീഡിൽ ചെയ്ത കാരണം കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്നാലും എല്ലാം സെറ്റാക്കി എടുത്തു. നെക്സ്റ്റ് ഇനി അടുത്തത് സ്റ്റൗ ഓൺ ചെയ്യുക, അടുപ്പ് കത്തിക്കുക. രണ്ടും ഒന്ന് തന്നെയാണല്ലേ. അതെ, ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് പരിപ്പ് ഇടാം. എൻ്റെ മോൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനത് ചെയ്യുന്നു. ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊടിഞ്ഞ് പോയിട്ട് നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഒരു സൈഡ് കുക്കായതിനു ശേഷം മാത്രം തിരിച്ചിടുക. ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയായിരുന്നു. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ കളർ മാറുമ്പോൾ അനുസരിച്ച് നമുക്കത് വറുത്ത് കോരി എടുക്കാം. പൊടിഞ്ഞ് പോയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പരിപ്പോട കഴിക്കാൻ കൊള്ളാം. ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.